അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് പാത്രമെല്ലാം കഴുകി വെച്ച് അടുക്കളയെല്ലാം ഒന്ന് ക്ലീനാക്കി ജനലെല്ലാം തുറന്നിട്ട് കേട്ടോ. ജനൽ അടച്ചിട്ടില്ലെങ്കിൽ പൂച്ച വരും. പൂച്ച വന്ന് ഞാൻ ചവിട്ടി കയറി ഭിത്തി മുഴുവൻ ചവിട്ടി കയറുവാണേ. അപ്പോൾ ജനലെല്ലാം തുറന്നിട്ട് അവിടെ എല്ലാം തൂത്ത് തുടച്ച് ക്ലീനാക്കിയതിന് ശേഷം അരി കഴുകാനിട്ടു. അരി കഴുകി പൊന്നി റൈസ് ആയിരുന്നു കേട്ടോ. അതൊന്ന് കഴുകി വെള്ളത്തിൽ നിന്ന് കുതിരാൻ വെച്ചു. അപ്പോൾ പെട്ടെന്ന് പൊന്നി റൈസ് പെട്ടെന്ന് വേവും. കുതിരാനൊന്നും വെക്കേണ്ട കാര്യമില്ല. എന്നാലും ഞാനൊന്ന് വെള്ളം നന്നായിട്ട് കഴുകി പല പ്രാവശ്യം കഴുകിയിട്ട് വെള്ളത്തിൽ കുതിരാൻ എടുത്ത് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ നല്ല തെളിച്ചമാണ്. അപ്പോൾ പതിവ് പോലെ തുണിയൊക്കെ ഇട്ടേക്കാമെന്ന് ഓർത്തു. മെഷീൻ്റെ അകത്ത് അങ്ങനെ തുണിയൊക്കെ ഇട്ടു. പിന്നെ കയറി വന്ന് കോവയ്ക്കായിരുന്നു കറി വെക്കാവുന്നത്. കോവയ്ക്ക കറി വെക്കാമെന്ന് ഓർത്തു. കോവയ്ക്ക എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കോവയ്ക്ക് കറി വെക്കാൻ നോക്കിയപ്പോഴത്തേനും പഴുത്തിരിക്കുന്നു അപ്പടി. അപ്പം എന്നാൽ പിന്നെ വറക്കാമെന്ന് ഓർത്തു. അങ്ങനെ വറക്കാനുള്ളത് ചെറുത് വട്ടത്തിലരിഞ്ഞ് കോവയ്ക്ക വറക്കാനായിട്ട് എടുത്ത് വെച്ച് അതിലേക്ക് കൊമ്പമുളക് നന്നായിട്ട് കീറിയിട്ട് ആ പാകത്തിന് ഉപ്പ് ഇട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഇട്ട് അത് ആവി കയറ്റാൻ വെച്ചു കേട്ടോ. കോവയ്ക്ക നന്നായിട്ട് ആവി കയറുവാണെങ്കിൽ പിന്നെ നമുക്ക് വറക്കുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് വറുത്ത് കിട്ടും. നല്ല ക്രിസ്പിനെസ്സും കിട്ടും കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും കറിവേപ്പില എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ കറിവേപ്പില എടുത്തുകൊണ്ട് വന്നു. അത് കറിവേപ്പില എടുത്ത് വെച്ചു. പിന്നെ ഞങ്ങൾ ട്യൂണ ഉണ്ടാക്കാമെന്ന് ഓർത്തു. അടുത്ത പരിപാടി ട്യൂണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ട്യൂണ ഉണ്ടായിരുന്നു. അപ്പോൾ ട്യൂണ ഞങ്ങൾ അതിൻ്റെ വെള്ളം കളയണം ടിന്നിൻ്റെ തുറന്ന് കഴിയുമ്പം. എന്നിട്ട് നന്നായിട്ടൊരു പാൻ്റെ അകത്തിട്ട് ചൂടാക്കി അതിൽ കട്ടയെല്ലാം ഉടച്ചതിന് ശേഷം ആ വെള്ളമെല്ലാം വറ്റി കഴിഞ്ഞിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്കതെല്ലാം ഫ്രൈ ആയി കഴിഞ്ഞപ്പോഴത്തേനും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും മറ്റൊന്നും കൂടെ ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്ത് അതൊന്ന് പാകത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. നല്ല ടേസ്റ്റ് ആകട്ടത്. പിന്നെ ഞാൻ അരി ഇട്ടു, കോവയ്ക്കയും വറുത്തു. അരി ഇട്ടു. അരി പെട്ടെന്ന് വാർക്കാൻ പറ്റും നമുക്ക്. അങ്ങനെ അരിയും വറുത്തു, കോവയ്ക്കയും വറുത്തെടുത്തു. അവസാനം ലാസ്റ്റാണ് ഞാൻ മീൻ വറുക്കാൻ എടുക്കുന്നത്. നല്ല അടുക്കളയെല്ലാം ക്ലീൻ ആക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മീനും വറുത്ത് കഴിഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ ചോറിനാൻ പോവാം കേട്ടോ. അവൻ വന്ന് കടയിൽ നിന്ന് റോയിച്ചൻ വന്നില്ല. വള്ളത്തിൻ്റെ ഇതിൻ്റെ ലോഡൊക്കെ വന്നിട്ടുണ്ട്. അതൊന്ന് ഇറക്കി എല്ലാം സെറ്റ് ചെയ്തിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങളോട് ഉണ്ടോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചോറിനാൻ പോകാൻ ഇന്നത്തെ നല്ല ചൂടൻ ചോറും ട്യൂണ ഉലർത്തിയതും മീൻ വറുത്തതും കോവയ്ക്ക വറുത്തതും അപ്പം നല്ല പച്ചമോരും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വ്ളോഗ് കാണുന്നവർ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വ്ളോഗും കഴിഞ്ഞു. ടാറ്റാ.